ഹലോ, ഇത് നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള 2 കരിമണി മാലയുടെ മോഡലാണ്. അപ്പോൾ ഈ ഒരു മാലയുടെ നമ്മൾ റെഡ് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വീണ്ടും കാണിച്ച് തരാം എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. പരസ്പരം മോഡലിൽ ചെയ്തതാണ് കേട്ടോ ഇത്. സെൻറ്ററിൽ നമ്മളിതിൻ്റെ ചെയിനൊക്കെ വെച്ചിട്ടാണ് ചെയ്തത്. ഇത് സാധാരണ മോഡൽ കരിമണി മാലയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ ഒന്നും കൂടി ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം. അപ്പോൾ ദേ നമ്മൾ ആ ഒരു പരസ്പരം മോഡലിൻ്റെ റെഡ് ക്രിസ്റ്റൽ ബീഡ് വെച്ചിട്ട് ചെയ്യുന്ന മോഡലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് വളരെ ചെറിയ ക്രിസ്റ്റൽ ബീഡാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം വരുന്ന എനിക്കറിയില്ല. ഒരു 2 mm വരുന്ന ക്രിസ്റ്റൽ ബീഡാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഫ്യൂസ് സ്റ്റാർ ആണ്. ഈ ഫ്യൂസ് സ്റ്റാർ വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു മാല ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. കാരണം ചെയിൻ വളരെ തിന്നായിട്ടുള്ള ചെയിനാണ് നമ്മൾ ഇതിനെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗ്യാപ്പിലേക്ക് നമുക്ക് ഈ ഒരു ഫ്യൂസ് സ്റ്റാർ മാത്രമേ കൊളുത്തി കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഫ്യൂസ് സ്റ്റാറിൻ്റെ രണ്ടറ്റത്തും ഇതുപോലെ ഒരു മുട്ടുണ്ടാവും. നമ്മളത് കട്ട് ചെയ്ത് കളയും കേട്ടോ. പിന്നെ സെൻറ്ററിലേക്ക് ഞാനൊരു ഗ്ലാസ് ബീഡ് റെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗോൾഡൻ ചെയിനാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. നമുക്ക് പ്ലെയർ വെച്ച് കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ തിന്നായിട്ടുള്ള ചെയിനാണ് എടുത്തിരിക്കുന്നത്. അതൊരു 6 പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലെങ്ത്തൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങളുടെ മാലയ്ക്ക് എന്തോരം ലെങ്ത്ത് വേണമെന്നനുസരിച്ച്, അല്ലെങ്കിൽ ബീഡ്സിൻ്റെ ഇടയിലെ ഗ്യാപ്പ് കുറയ്ക്കാൻ ലെങ്ത്ത് കുറയ്ക്കാം. അതൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ നമ്മൾ കൊളുത്തും ബാക്ക് ചെയിനും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഗോൾഡൻ ബീഡ്സ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ സെൻറ്ററിലെ വലിയ ബീഡിന് പറ്റിയ ഒരു ഡിസൈനർ ബീഡ് 2 ഗോൾഡൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തന്നെ ചെറിയ ബീഡും പിന്നെ ചെറിയ ഷുഗർ ബീഡിനേക്കാളും കുറച്ച് വലിപ്പമുള്ള ഒരു ടൈപ്പ് ഗോൾഡൻ ബീഡും എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്യൂസ് സ്റ്റാറിൻ്റെ ആ രണ്ടറ്റത്തുള്ള മുട്ടുഭാഗമൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് വെക്കണം. എല്ലാത്തിനും നമുക്ക് ഫ്യൂസ് സ്റ്റാർ ഓരോ പീസ് വെച്ച് വേണ്ടി വരും, ഓരോ ചെയിൻ കോർത്തെടുക്കാനായിട്ട്, കണക്ട് ചെയ്യാനായിട്ട് 2 സൈഡിലേക്ക്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചെയിൻ എടുത്തിട്ട് നമ്മൾ ഫ്യൂസ് സ്റ്റാർ ഇതുപോലെ ഒന്ന് കോർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് കോർത്തെടുക്കാൻ ഒരു ഇത്തിരി പാടുണ്ടാവും. കാരണം ചെയിൻ്റെ ഇടയിൽ ആ ഗ്യാപ്പ് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോർക്കാൻ ഇത്തിരി ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതിനുശേഷം ഫ്യൂസ് സ്റ്റാർ ചെറുതായിട്ടൊന്ന് അവിടെ മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കുക. ചെറിയൊരു അറ്റഭാഗം മടക്കി വെച്ചിട്ട് പിരിച്ചു കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ ബാക്ക് ചെയിനാണ് നമ്മൾ ആദ്യം കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ബാക്ക് ചെയിൻ ഇടുക. അതിന് ശേഷം നമ്മളിത് ഇതുപോലെ കമ്പിയെ ഒന്ന് വളച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം വളച്ച ആ കമ്പിയുടെ ഒരിത്തിരി ഭാഗം അവിടെ നിർത്തിയിട്ട് വളച്ചു കൊടുക്കുക. ഇതുപോലെ വളച്ച് ആ കമ്പിയുമ്പോൾ വേണം നമ്മുടെ ഈ ഒരു കമ്പിയുടെ ഒരു ഭാഗം ചുറ്റി കൊടുക്കാനായിട്ട്. ചെയിൻ കൂട്ടി ചുറ്റരുത്. ചെയിൻ കൂട്ടി ചുറ്റി കഴിഞ്ഞാൽ ചെയിൻ അവിടെ അങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കും, ഫ്ലെക്സിബിൾ അല്ലാത്ത രീതിയിൽ നിൽക്കും. അപ്പോൾ അത് ചെയ്യരുത്. നമ്മളിതുപോലെ വളച്ച് നമ്മുടെ ആ ഒരു കമ്പിയുമ്പോൾ കൊണ്ടുവന്നിട്ട് ചുറ്റി കൊടുക്കുക. ഒരു ചെറിയൊരു പോർഷൻ മാത്രം കമ്പി അവിടെ നിർത്തിയിട്ട് വേണം നമ്മൾ വളച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് ആ ഒരു കമ്പിയുടെ ഭാഗത്ത് നമ്മളിതുപോലെ ചുറ്റി ഒരു 3-4 വട്ടം ചുറ്റിയിട്ട് നന്നായിട്ട് പ്ലെയർ വെച്ചിട്ട് ഒന്ന് വലിച്ച് പ്രസ്സാക്കി കൊടുക്കുക. എവിടെയെങ്കിലും കമ്പികളൊക്കെ പുറത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പ്രസ്സാക്കി കൊടുക്കുക. അതിനുശേഷം ബാലൻസ് വരുന്ന കമ്പി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ പ്രസ്സാക്കി കൊടുക്കണം. നമ്മുടെ കഴുത്തിലൊന്നും കമ്പി കൊള്ളാത്ത രീതിയിൽ തന്നെ നമ്മൾ പ്രസ്സാക്കി നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ കമ്പി കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു മോഡൽ ഞാൻ കരിമണിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങളോട് ഞാൻ ആ ഒരു ലിങ്ക് കൊടുക്കാമെന്ന് പറഞ്ഞാലും ചിലപ്പോൾ പലരും പോയി കാണാനത് കൂട്ടാക്കിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തന്നത്. ആ കരിമണിയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കാം. നമ്മൾ ആദ്യം കാണിച്ച സാധാ കരിമണി മാലയുടെ. ഇനി അത് വേണ്ട, നിങ്ങൾക്കത് വീണ്ടും ചെയ്ത് കാണിക്കണം ക്ലാസ്സിലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ അടുത്തൊരു വീഡിയോയിൽ ആ കരിമണി മാല എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ അതേ നമ്മുടെ ഫസ്റ്റ് ചെയിൻ നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ബീഡ്സാണ് കണക്ട് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ സെയിം നമ്മൾ ആ എടുത്ത ഫ്യൂസ് സ്റ്റാർ തന്നെ എടുക്കുക. അതിൻ്റെ ആ ഒരു ഭാഗം മുട്ടുഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയണം. 2 സൈഡും കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ഈ ഒരു ചെയിനിലേക്ക് കോർത്ത് കൊടുക്കുക. നമ്മളിവിടെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെയിൻ ഉണ്ടല്ലോ, അതിലേക്ക് കോർക്കുക. ആദ്യം ചെയ്ത പോലെ തന്നെ ചെറിയൊരു ഭാഗം ഇതുപോലെ വളച്ചിട്ടൊന്ന് പിരിച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് ബീഡ്സുകൾ കോർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ നിങ്ങൾ ബീഡ്സ് കോർക്കണം എന്നില്ല. നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചുള്ള പാറ്റേണിലൊക്കെ കോർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് നമ്മൾ ആ ഒരു ചെറിയ ഗോൾഡൻ ബീഡാണ് ഫസ്റ്റിൽ കോർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഷുഗർ ബീഡിനേക്കാളും കുറച്ച് വലിപ്പമുള്ള ബീഡാണ്. അപ്പോൾ അത് ബീഡ് കോർക്കുമ്പോൾ നമ്മുടെ ആ വളച്ച് വെച്ചൊരു കമ്പിയുടെ ഒരു പോർഷൻ ഉണ്ടാവും. അതിലൂടെയും കൂടി കോർക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ആ കമ്പി പുറത്തേക്ക് തള്ളി വരും. അപ്പോൾ അത് ശ്രദ്ധിച്ച് രണ്ടിലൂടെയും കൂടി നമ്മുടെ ബീഡ് കോർത്ത് നന്നായിട്ടൊന്ന് വലിച്ച് ടൈറ്റാക്കി നമ്മുടെ ഗോൾഡൻ ചെയിൻ്റെ അടുത്തേക്ക് ആ ബീഡ് വരുന്ന രീതിയിൽ വേണം, കമ്പിയൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ. ഇനി നമ്മൾ അടുത്തത് ക്രിസ്റ്റൽ ബീഡാണ് കേട്ടോ കോർത്ത് കൊടുക്കുന്നത്. അതിലും നമ്മൾ ആ ഒരു കമ്പിയും കൂടി കോർക്കാൻ ശ്രദ്ധിക്കണം. അടുത്തത് നമ്മുടെ ഡിസൈനർ ഗോൾഡൻ ബീഡാണ് കേട്ടോ. ഇതുമൊരു ചെറിയ ഡിസൈൻ വരുന്നതാണ്. ഇതെല്ലാം പ്ലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ വീണ്ടും ഒരു ക്രിസ്റ്റൽ ബീഡും കൂടി ഇട്ട് നമ്മൾ ഫസ്റ്റിൽ കോർത്ത ചെറിയ പ്ലെയിൻ ആയിട്ടുള്ള ഗോൾഡൻ ബീഡും കൂടി കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഈ ഒരു മാല സെറ്റ് ചെയ്തെടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ അടുത്ത ചെയിൻ ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സെയിം നമ്മൾ ഫസ്റ്റിൽ കണക്ട് ചെയ്ത പോലെ തന്നെ ചെയിൻ ഇടുക, അതിനെ വളച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിരിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മാല ചെയ്യണമെങ്കിൽ നമ്മൾ ഫ്യൂസ് സ്റ്റാർ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഗിയർ വയറോ വേറെ ഒന്നും നമുക്കിതിലേക്ക് പറ്റില്ല. ചെയിനിൻ്റെ ഇടയിലെ ഗ്യാപ്പ് കുറവായ കാരണം നമുക്ക് വേറെ ഒന്നും ഇതിന് കണക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല ഐപ്പിനൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഗോൾഡ് ചെയിനിൻ്റെ ആ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടില്ല കേട്ടോ. ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴാണ് അത് ശരിക്കും നമുക്ക് ആ ഒരു മെഷീൻ ഫിനിഷിങ്ങിൽ നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ അതേ നമ്മൾ ആ കമ്പി കട്ട് ചെയ്ത് കളഞ്ഞതൊക്കെ നമ്മളൊന്ന് പ്രസ്സാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് വളച്ചൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അത് നേരെയൊക്കെ എടുക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിനി അടുത്തതും കൂടി കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ 3 ചെയിൻ വരുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ 2 ഭാഗത്ത് നമ്മുടെ ബീഡ്സും വരും. ഈ ഒരു രീതിയിലാണ് ഒരു ഭാഗം കിട്ടുന്നത്. ഇനി നമുക്ക് സെൻറ്ററിലെ ബീഡ്സും കൂടി കണക്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാൻ വീണ്ടും ഇത് കാണിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെയിം രീതിയിലാണ് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ റിപ്പീറ്റേഷൻ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും ഫ്യൂസ് സ്റ്റാർ എടുത്തിട്ട് നമ്മുടെ ആ ഒരു ചെയിനിലേക്ക് ഇതുപോലെ തന്നെ കണക്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം സെൻറ്ററിൽ നമ്മൾ കൊടുക്കുന്നത് ആദ്യം ചെയ്ത പോലെ തന്നെ ആ ചെറിയ ഗോൾഡൻ ബീഡ് ഇട്ടു. അതിന് ശേഷം നമ്മുടെ ക്രിസ്റ്റൽ ബീഡ്, ചെറുത് ക്രിസ്റ്റൽ ബീഡ് ഇട്ടു. ഇവിടെയും നമ്മൾ ആ കമ്പി 2 കമ്പിയും ഈ ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് കയറ്റി ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ കമ്പി പുറത്തേക്ക് തള്ളി വരും. അത് ശ്രദ്ധിക്കണം നിങ്ങൾ ചെയ്യുന്ന സമയത്ത്. അതിന് ശേഷം നന്നായിട്ട് വലിച്ച് ടൈറ്റ് ആക്കിയിട്ട് നമുക്ക് ബീഡ്സുകൾ കോർക്കാം. നമ്മളിവിടെ ചെയ്യുന്നത് ഇനി ക്രിസ്റ്റൽ ബീഡ് ഫസ്റ്റിൽ നമ്മൾ ചെയ്ത ആ ഒരു പാറ്റേണിൽ കോർക്കുക. അതിന് ശേഷമാണ് സെൻറ്ററിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കുന്നത്. ക്രിസ്റ്റൽ ബീഡും ചെറിയ ഗോൾഡൻ ബീഡും വീണ്ടും ക്രിസ്റ്റൽ ബീഡും ഇട്ടതിന് ശേഷം നമ്മുടെ ആ ഒരു ഡിസൈനർ ബീഡിൻ്റെ വലിയ സൈസിലുള്ള ബീഡ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മുടെ സെൻറ്ററിൽ നമ്മൾ ഗ്ലാസ് ബീഡ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഗ്ലാസ് ബീഡിന് പകരം ക്രിസ്റ്റലിൻ്റെ തന്നെ വലിയ ബീഡ് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. എൻ്റെ കയ്യിൽ റെഡ് അവൈലബിൾ അല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാനിവിടെ ഗ്ലാസ് ബീഡ് ഇട്ടത് കേട്ടോ. ആ ക്രിസ്റ്റൽ ബീഡ് തന്നെ ഇടുകയാണെങ്കിൽ അതിന് കുറച്ചും കൂടി ഒരു ഭംഗി കിട്ടും. എല്ലാം ക്രിസ്റ്റലിൽ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതിന് ശേഷം വീണ്ടും നമ്മൾ ആ വലിയ ഗോൾഡൻ ബീഡ് ഇട്ടിട്ട് നമ്മൾ വീണ്ടും ചെറിയ ബീഡ്സുകൾ ഫസ്റ്റിൽ കോർത്ത പോലെ തന്നെ കോർത്ത് ഗോൾഡൻ ബീഡിലിട്ട് ഫിനിഷ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മുടെ ചെയിനിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. സെൻറ്ററിൽ ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് സെൻറ്റർ അങ്ങനെ വേണ്ട എന്നുണ്ടെങ്കിൽ ഒരു പെൻഡൻറ്റ് വരുന്ന രീതിയിൽ നമ്മൾ സെൻറ്ററിൽ കൊടുക്കില്ല. അപ്പോൾ അതിന് പകരം ബീഡ്സ് ഇട്ട് കൊടുത്തത് ഒരു വെറൈറ്റി ആയിട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. ഇത് വേണ്ട നിങ്ങൾക്ക് അതേ രീതിയിൽ തന്നെ മതി എന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാം. സെൻറ്ററിൽ സെപ്പറേഷനൊന്നും വേണ്ട. നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു ബീഡിൻ്റെ പാറ്റേണിൽ തന്നെ ചെയ്തും കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള ചെയിനും കൂടി കണക്ട് ചെയ്ത് കൊടുക്കുക. സെൻറ്ററിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ സെയിം ബീഡും ചെയിനും വരണം. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇല്ല നിങ്ങൾ സെൻറ്ററിൽ കൊടുക്കണില്ലെങ്കിൽ പിന്നെ നമുക്ക് എത്ര ബീഡ്സോ ചെയിനോ വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഇനി നമ്മൾ പ്രസ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ കമ്പി കട്ട് ചെയ്തതിന് ശേഷം അവിടെ പ്രസ് ചെയ്ത് ലെവലാക്കി കൊടുക്കാനായിട്ട് മറന്നു പോകരുത്. ഇനി നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലും കൂടി ഇതേ രീതിയിൽ തന്നെ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കൊളുത്ത് കണക്ട് ചെയ്യണേന്ന് നോക്കാം. കൊളുത്ത് കണക്ട് ചെയ്യുന്നതിലും വ്യത്യാസമൊന്നുമില്ല. നമ്മൾ സെയിം ഇതേ രീതിയിൽ തന്നെയാണ് കൊളുത്തും കണക്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു മാലയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ക്ലാസ് ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഫ്രീ ക്ലാസ് വേണ്ട, നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പഠിക്കണം, ഫ്രീ ക്ലാസ് ആകുമ്പോൾ നമ്മൾ വീഡിയോസ് കണ്ട് പഠിക്കലുണ്ടാവില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ ക്ലാസ്സും അവൈലബിൾ ആണ്. നമ്മൾ അതിൻ്റെ ക്ലാസ്സും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ജ്വല്ലറി മേക്കിംഗ് ഓൺലൈനായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഞാൻ നമ്പർ മുകളിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഹെയർ ആക്സസറീസിൻ്റെയും ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അതും ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ആദ്യം ചെയിനിലേക്ക് നമ്മുടെ കമ്പി കണക്ട് ചെയ്ത് കൊടുത്തിട്ട് ഇനി കൊളുത്തും അതേ രീതിയിൽ തന്നെ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ കൊളുത്ത് കണക്ട് ചെയ്ത് അതേ രീതിയിൽ തന്നെ കണക്ട് ചെയ്ത് നമുക്ക് കമ്പിയൊക്കെ കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും നിങ്ങൾ ചെയ്ത് നോക്കണം. ഈ ഒരു ചെയിനൊക്കെ നിങ്ങൾക്ക് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ മെറ്റീരിയൽസ് കിട്ടുന്ന ഓൾറെഡി ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും ചെറിയ ചെയിൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിലും കുറച്ചും കൂടി ഗ്യാപ്പ് കൂടി വലിയ ടൈപ്പ് ചെയിനുകൾ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ടായാലും നമുക്കിത് ചെയ്തെടുക്കാം. ഒരു ഭംഗിക്ക് വ്യത്യാസമൊന്നും വരില്ല കേട്ടോ. അതേ ഭംഗി തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നമ്മളിങ്ങനെ ക്ലാസ് തന്നിട്ട് നിങ്ങൾ വർക്കുകൾ ചെയ്തില്ലെങ്കിൽ വെറുതെ ആവും. ഫ്രീ ക്ലാസ് നമ്മൾ കൊടുക്കുന്നത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീ ടൈമിൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാവർക്കും ഫീസ് കൊടുത്ത് പഠിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫ്രീ ക്ലാസ് എന്നുള്ള രീതിയിൽ തുടങ്ങിയത്. അപ്പോൾ എല്ലാവരും ഈ മോഡലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. മെറ്റീരിയൽസൊക്കെ വാങ്ങി ചെയ്ത് നോക്കുക. നമുക്കായാലും അല്ലെങ്കിൽ ചെറിയൊരു വരുമാന മാർഗ്ഗത്തിനായാലും ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇപ്പോൾ ഇതേ നമ്മുടെ മാല ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രീ ക്ലാസ്സിലേക്ക് ജോയിൻ ആവാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ.